പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കിഡ്നിയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ സാധാരണയായി കണ്ടുവരുന്നൊരു സ്ഥിതി, നിരവധി പേർക്ക് കിഡ്നി ഫെയിലിയർ ആയിപ്പോകും. ഡയാലിസിസ് സെന്ററുകൾ ഓരോ മുക്കിലും മൂലയിലും വന്നുകൊണ്ടിരിക്കും. എന്താണ് ഇതിന് കാരണം? പ്രധാനമായിട്ട് രണ്ട് കാരണമുള്ളൂ. ഒന്ന് ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ചല്ലട പോലെ ശ്രദ്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെ വർദ്ധിച്ച ടെൻഷൻ, സകല ഭാരവും തലയിൽ ഏറ്റി നടക്കുന്ന ആൾക്കാർ, ടെൻഷൻ, ഈ ലോകത്തിന്റെ എല്ലാ ഭാരവും അവരുടെ തലയിലായിരിക്കും. അങ്ങനത്തെ ഉള്ളവർ കിഡ്നി ഫെയിലിയർ. അപ്പൊ നമ്മൾ ആരോഗ്യം നിലനിർത്തേണ്ടത് ആരാണ്? ജീവിതത്തിലെ പരമപ്രധാനമായ മൂലധനം, സമ്പത്തിനേക്കാൾ ആരോഗ്യം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരമാണെന്നാണ് വിദുരർ പറയുന്നത്. മൃതശരീരം. രണ്ട് ഘട്ടങ്ങളിലാണ് നമ്മുടെ ശരീരം മൃതശരീരമാകുന്നത്. ഒന്ന്, നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും. രണ്ട്, നമുക്ക് ധനമില്ലാതാകും. ആദ്യത്തേത് വിദുരർ പറഞ്ഞാണ്. രണ്ടാമത്തത് യുധിഷ്ഠിരൻ യക്ഷന് കൊടുക്കുന്ന മറുപടിയാണ്. ഒരു മനുഷ്യൻ മൃതപ്രായനാകുന്നത് എപ്പോഴും ചോദിക്കുമ്പോൾ ധനമില്ലാതാകുമ്പോൾ. അപ്പൊ ഷുഗർ പേഷ്യൻസ് ഉള്ളവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഷുഗറും ടെൻഷനും ആദ്യ വ്യാധിയായി മാറും. അപ്പൊ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ശരീരമൊക്കെ ഒന്ന് വാമപ്പ് ചെയ്ത് അത് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത ശേഷം ശരീരമൊക്കെ ഒന്ന് വാമപ്പ് ചെയ്ത് യോഗ, പ്രാണായാമം, സുദർശന ക്രിയ, ശ്വസന വ്യായാമം, മെഡിറ്റേഷൻ, ഇവയെല്ലാം ചെയ്യണം. ഈ പ്രാണായാമവും സുദർശന ക്രിയയും ചെയ്യാൻ എന്ന് പറയാൻ കാരണം, നമ്മുടെ ശ്വാസകോശത്തിൽ 75 കോടിയോളം അറകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നെറ്റ് തുറന്നു കഴിഞ്ഞാൽ പല അഭിപ്രായമായിരിക്കും. ചിലതിൽ 50 കോടി ഇതായിരിക്കും, ചിലതിൽ 75 കോടി ഇതായിരിക്കും. എത്ര ആയിക്കോട്ടെ, ഒരു 75 കോടി അറകളാണുള്ളൂ. അത് നമ്മൾ സാധാരണ ശ്വസിക്കുന്ന സമയത്ത് അതിന്റെ 15% മുതൽ 25% വരെ ഉപയോഗിക്കപ്പെടുന്നു. ഏകദേശം കാൽഭാഗം, മുക്കാൽ ഭാഗവും അറകളും വെറുതെ കിടക്കും. അതായത് ഏകദേശം 75 കോടി അറകളിൽ 25 കോടി അറകൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 50 കോടി അറകളും ഉപയോഗിക്കാതെ നടക്കും. ഓക്സിജൻ സപ്ലൈ കുറയുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മുറി ഒരു 50 കൊല്ലം പൂട്ടിയിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? 50 കൊല്ലം 70 കൊല്ലം. അതേ അവസ്ഥ തന്നെ നമ്മുടെ ശരീരത്തിൽ. ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഒരു 70 കിലോ ഭാരമുള്ള ഒരാളുടെ ശരീരത്തിൽ 43 കിലോ ഓക്സിജനാണ്. കണക്കാക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മളെ വെയിറ്റ് 70 കിലോ ആണെങ്കിൽ 43 കിലോ ഓക്സിജനാണ്.
ഓക്സിജന്റെ സപ്ലൈ ശരിക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുള്ളൂ, രോഗങ്ങൾ വരാതിരിക്കുള്ളൂ, നമ്മുടെ എല്ലാ സെല്ലുകളും ആക്ടിവേഷൻ ആയി നിൽക്കുള്ളൂ. അതാണ്. ആ ഷുഗറുള്ള ആൾക്കാർ ഈ ശ്വസന വ്യായാമം, പ്രാണായാമം, സുദർശന ക്രിയ എന്നിവയെല്ലാം പഠിക്കുക. നമ്മൾ പോയിട്ട് ഫ്രീ ആയിട്ടല്ല, ഫീസ് കൊടുത്ത് തന്നെ പഠിക്കുക, ഡെയിലി ചെയ്യുക. കിഡ്നിയൊക്കെ ഫെയിലിയറായി ഡയാലിസിസ് വന്ന് കിടക്കുന്നതിനേക്കാൾ ജീവിതം നരകമാണ്. അവരുടെ മാത്രമല്ല, അവർ വീട്ടിൽ അവരുടെ സഹധർമ്മിണി അവർക്കും അസുഖവും ടെൻഷനായിട്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനും ധനമെല്ലാം നഷ്ടപ്പെടും, ടെൻഷനാവും, രോഗബാധിതനാവും, വീട്ടിലുള്ള എല്ലാവർക്കും കുരിശായി മാറും. ഇതെല്ലാം കഴിഞ്ഞില്ല. യോഗയും പ്രാണായാമവും ധ്യാനവും സുദർശന ക്രിയയും മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് അടിമയായി മാറും. മെഡിറ്റേഷൻ ചെയ്ത് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഈശ്വരനെ തന്നെയാണ് നമ്മൾ ഉണർത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്യമദിഞ്ച ഭൂതാനാമിന്ദവേവച. നിങ്ങൾ ആത്മാവായിരിക്കുന്ന ഈശ്വരനാന്ന് പറയുന്നത്. ആ ഈശ്വരനെ ആരാധിക്കുകയും ചെയ്യും നമ്മൾ മെഡിറ്റേഷനിലൂടെ. അപ്പൊ ഈ യോഗ പ്രാണായാമം സുദർശന ക്രിയ മെഡിറ്റേഷനെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കരുത്. ചിലപ്പോൾ കോടികളൊക്കെ രൂപ ചിലവാക്കി കെട്ടിയ വീടായിരിക്കും, 40,000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 2,000 3,000 അത്ര ആയിക്കോട്ടെ. കൊട്ടാരം പോലുള്ള വീടൊക്കെ ആയിരിക്കും, 4 കെട്ട് പോലുള്ള അതൊക്കെ ആയിരിക്കും. അവിടെ ഇരിക്കരുത്. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുക. വ്യായാമം ആൾക്കാർ ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് പോവുക, അവർ പിന്നാലെ നടക്കുക, കുറച്ച് അവർ പിന്നാലെ ഓടുകയും ചെയ്യുക. അവിടെയൊക്കെ പല വേഷം കിട്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടാവും, ജീൻസ് ഇട്ടിട്ടും, അവർ പിന്നാലെ ഓടുക. ഒരു 3/4 മണിക്കൂർ യോഗ പ്രാണായാമം സുദർശന ക്രിയ ധ്യാനം മെഡിറ്റേഷൻ ധ്യാനം എല്ലാം ചെയ്യുക. ഒരു 3/4 മണിക്കൂർ. ഒരു അരമണിക്കൂർ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒന്നും ആവില്ല. അരമണിക്കൂർ ചെയ്യുന്നൊക്കെ പണ്ട് കാണാം പല സ്ഥലങ്ങളിലും. അരമണിക്കൂറെങ്കിലും ഒന്നും ആവില്ല ശരീരത്തിൽ. ചെറുതായിട്ട് വല്ല മാറ്റം വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ ഒരു 1.5 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ ഈ യോഗ പോലുള്ള കാര്യങ്ങൾ ഒരു 3/4 മണിക്കൂർ നടക്കുക. അത് നമ്മൾ ആൾക്കാർ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമുക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ റെഗുലറായിട്ട് നമ്മൾ രക്തപരിശോധന നടത്തണം. നമ്മുടെ ഷുഗർ അവിടെ നിൽക്കണോ, നമ്മുടെ കൊളസ്ട്രോൾ അവിടെ നിൽക്കണോ, അതൊന്നും ഒരു പൈസ ചിലവായിട്ട് കാണേണ്ട ആവശ്യമില്ല. പിന്നെ മരുന്ന് കഴിക്കണം. പല ആൾക്കാരും ഇങ്ങനെ വരും, മരുന്ന് കഴിക്കൽ തട്ടിപ്പാണ്, ഞങ്ങളുടേതാ വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ച് ശരിയാക്കാം, മറ്റേ തക്കാളി കഴിച്ച് ശരിയാക്കാന്നൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ മുട്ട മന്ത്രം ചൊല്ലിയിട്ട് തരാം, മീനിന് ജീവനോടെ വിഴുങ്ങിയാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് വരും ആൾക്കാർ. അവരെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ജീവിതം പോക്കാവും, വട്ടപ്പൂച്ചയാവും, കുത്തുപാളി എടുക്കും. അങ്ങനെ പല ആൾക്കാരും വരും. പിന്നെ കാന്തത്തിന്റെ ബെഡിൽ കിടന്നാൽ എല്ലാ അസുഖവും മാറും, കാന്തത്തിന്റെ ബെഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വരും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നിശ്ചയിക്കുക എന്താ ചെയ്യേണ്ടത്. കുത്തുവാള എടുത്ത് കണ്ടണോ അതോ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണോ എന്നുള്ളത്. വേറെ കാര്യമുള്ളത്, എല്ലാ പ്രശ്നങ്ങളും നോക്കി നിൽക്കുക. നമ്മളൊരു ആമയെ തൊടാൻ പോയി കഴിഞ്ഞാൽ ആമയെ കൊല്ലാവുക. ആമയെ തൊടാൻ പോയി കഴിഞ്ഞാൽ ആമ അതിന്റെ എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക് വരികയും ഇല്ലേ? അതേപോലെ അവനോട് ഭഗവാൻ പറയും, എല്ലാ പ്രശ്നങ്ങളും നോക്കി നിൽക്കുക. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യോ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകുക. അതൊന്നും ഏറ്റ് തലയിൽ വെക്കാണ്ടിരിക്കുക, കംപ്ലീറ്റ് ഒഴിഞ്ഞു മാറുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആയുസ് ഒരു 20 ജോലി അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതിലും ഭംഗിയായിട്ട് ടെൻഷൻ അടിച്ച് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ടെൻഷൻ അടിച്ച് വെറുതെ കിഡ്നി അടിച്ച് കളയേണ്ട ആവശ്യമില്ല. യഥാ സംഹരതേ ചായ, ഇതിലുള്ള ഒരു ശ്ലോകം, അതെല്ലാവരും ഭയമായിട്ട് പഠിക്കുക.
ആമി പോലാവും. എല്ലാ അവയവവും അതിൻ്റെ എല്ലാ അംഗങ്ങളും ഉള്ളിലേക്ക് ഇടിക്കുക. ഭഗവാൻ നമുക്ക് ഒരു ജോലിയും ഭഗവാൻ തന്നിട്ടില്ല. ഭഗവാന്റെ കൈ മാങ്ങ വലിക്കാൻ പോയിട്ടിരിക്കുന്നല്ല നിങ്ങൾക്ക് ജോലി തരാൻ, അല്ലെങ്കിൽ നമുക്ക് ജോലി തരാൻ. ഭഗവാൻ പറയുന്നുണ്ട് ഗീതി തന്നെ, നമേ പാർത്ഥാസി കർത്തവ്യം തൃഷി ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. എനിക്കൊരു കാര്യം ചെയ്യാനായിട്ടില്ല ഇവിടെ ഈ ഭൂമിയിൽ, ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ. 3 ലോകങ്ങളിൽ നേടാൻ കഴിയാത്തതായിട്ട് നേടേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷെ ഞാൻ കർമ്മം ചെയ്തിട്ട്. അതേപോലെ പറയുന്നുണ്ട്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഒരു ജീവിക്ക് ഒരു കർത്തൃത്വം കൊടുത്തില്ല, കർമ്മവും കൊടുത്തില്ല, കർമ്മഫലവും കൊടുത്തിട്ടില്ല. ഒരു ജീവിക്കും ഒരു ഡ്യൂട്ടിയും കൊടുത്തില്ല. ഡെസിഗ്നേഷനില്ല, ഡ്യൂട്ടിയും ഇല്ല, റിസൾട്ടും ഇല്ല, ഒന്നും കൊടുത്തില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? വേഷക്കെട്ട് ആൾക്കാരുടെ ഇല്ലേ? ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാനുള്ള വേഷക്കെട്ടുകൾ. ഞാനില്ല, ഈ ലോകമില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനമില്ല, ആ വേഷക്കെട്ടുകളാണ്. ഒരു ഡ്യൂട്ടി തന്നില്ല. ഭഗവാന്റെ കൈ മാങ്ങ വലിക്കാൻ പോയിരിക്കുകയല്ല. ഭഗവാൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് സർവശക്തൻ, സർവവ്യാപിയും. അദ്ദേഹത്തിന് ഒരു ജീവിയും കൊതുകിനെയും ഫംഗസിനെയും വൈറസിനെയും മനുഷ്യനെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. ഒരു സെക്കൻഡോട് വേണമെങ്കിൽ ഇവിടെ മുഴുവൻ ഡയമണ്ടോ സ്വർണ്ണോ എന്ത് വേണമെങ്കിലും ആക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആക്കി വിടാം ഭഗവാന്. എല്ലാം ഭാരം ചവിട്ട് താഴെ ആക്കി. ഒരു 10-20 ജോലി നമുക്ക് അഡീഷണൽ ആയി കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറെ കാര്യം, ഞാൻ പറയില്ല, സുദർശനം കഴിയത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 100 ട്രില്യൺ കോശങ്ങൾ, 50 ട്രില്യൺ മുതൽ 100 ട്രില്യൺ വരെ കോശങ്ങളാണ് ഉള്ളത്. 1 ട്രില്യൺ വരെ 1/12 പൂജ്യമുള്ള അത്രയും കോശങ്ങളൊക്കെ ആക്ടിവേഷൻ ആവും ഈ പ്രാണായാമം, സുദർശന ക്രിയ, അതേപോലെ ശ്വസന വ്യായാമം കൂടി ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ എല്ലാ അവയവങ്ങളും അതിനെ പെർഫെക്റ്റായി നിലനിർത്താൻ സാധിക്കും. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫങ്ഷൻസിൽ പോവുക, അവിടെ പോയി ഭക്ഷണം കഴിക്കുക, അത് ഒഴിവാക്കണം. കാരണം ഫങ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിവിധ തരത്തിൽ ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും. അത് നമ്മൾ വാരി വലിച്ചുകൊണ്ട് കഴിക്കും, ലാസ്റ്റ് ഡേറ്റ് പോലെ. അതിന് പകരം സ്റ്റേജിൽ കയറി വിഷ് യു ഹാപ്പി വെഡ്ഡ് ലൈഫ്, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ശതാഭിഷേകം, അതൊക്കെയാണെങ്കിൽ ഹാപ്പി ശതാഭിഷേകം, അതൊക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ട് മെല്ലെ അതിഥിയൊക്കെ നടന്ന് ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് മാറിപ്പോകും. വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് 10-30 റുപ്യ കൊടുത്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകും. ഫങ്ഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് രണ്ട് വികാരങ്ങൾ മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആഹാരത്തിനുള്ള പ്രതിപത്തി, പിന്നെ കാമം. ഇന്ന് പേപ്പറിൽ കാണില്ല. പിന്നെ വേറെ കാര്യം എന്നുള്ളത്, മധുരപലഹാരങ്ങൾ, ഷുഗർ ചേർത്ത് ഉള്ള ഒരുപാട് സാധനങ്ങൾ, ചായ, കാപ്പി, മൈദ കൊണ്ടുള്ള പ്രൊഡക്ട്സ്, പൊറോട്ട, വെളുത്ത അരിയുടെ പ്രൊഡക്ട്സ്, അരി, ചോറ്, ബിരിയാണി, ഇതുപോലുള്ള സാധനങ്ങൾ, ഇറച്ചികൾ, ബ്രെഡ്, ഈ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക, നമ്മുടെ കിഡ്നി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. വൈകുന്നേരം പറ്റിയ വ്യായാമം ചെയ്യുക. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കണം. ഷുഗർ എന്ന് പറഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും, തീർച്ചയായും സാധിക്കും. മുമ്പ് ഹാർട്ട് അറ്റാക്കിന് മരുന്നില്ലാവരുണ്ടാകും, ക്യാൻസറിന് മരുന്നില്ലാവരുണ്ടാകും, എയ്ഡ്സിന് മരുന്നില്ലാവരുണ്ടാകും, എന്തൊക്കെയോ അസുഖങ്ങൾ, ഓരോ ക്യാൻസറുകൾക്ക് ഇല്ല. ഇപ്പൊ എല്ലാവരും മരുന്നുണ്ട്, ഷുഗറിന് മരുന്നുണ്ട്, എല്ലാറ്റിനും മരുന്ന്. ഇപ്പൊ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
തീർച്ചയായും നമുക്കിതെല്ലാം ശരീരത്തിലെ ഇതിനെല്ലാം ശരിയാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ കിഡ്നി പ്രത്യേകിച്ച്, കാരണം ഡയാലിസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാകും, മെനക്കേടാണ്. നളചരിത്ര ആട്ടക്കഥയിൽ പാദസാന്ന് ജീവൻ വാർന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോ ഉദ്യോഗം എന്നിടും എന്ന് പറയുന്നത്. അത് ഡാമിൽ വെള്ളമൊക്കെ ഒഴുകി പോയിട്ട്, വെള്ളമൊക്കെ ഒഴുകി പോയിട്ട്, നദിയിൽ വെള്ളമൊക്കെ ഒഴുകി പോയിട്ട് ചെക്കിടാൻ കെട്ടിയിട്ട് വല്ല കാര്യം, ഡാം കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ സംരക്ഷിച്ച് നിർത്തുക. ഉള്ള ദിവസങ്ങൾ സന്തോഷപ്രദമാവുക, കുറെ തമാശ പറഞ്ഞിരിക്കുക, തമാശ രംഗങ്ങൾ കാണുക, എല്ലാ ഭാരവും തലയിലെടുത്ത് വെച്ച് ഇത് അതേപോലെ ആവാതിരിക്കുക. Thank you very much for watching this video. Thanks a lot.